ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1-2 വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത്. ഞാൻ ജോബിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നത് അല്ലേ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ജോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മോർഗേജ് ബ്രോക്കറാണ്. അപ്പം പുള്ളി കുറച്ച് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇന്നിപ്പം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രയോജനമുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സ്പെഷ്യലി വീട് മേടിക്കുന്നവർക്കും മോർഗേജ് എടുക്കുന്നവർക്കും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ പ്രയോജനമുള്ള കുറച്ച് വീഡിയോകൾ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജോബിന് എനിക്ക് ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളൊക്കെ മോർഗേജ് ഉള്ളവരാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് ഈ മോർഗേജ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ 10, 25 അല്ലെങ്കിൽ 30 വർഷത്തെ മോർഗേജ് ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ. അതെ, എല്ലാവരും ഒരു 30 വർഷമാണ് സാധാരണ ലോൺ എടുക്കുന്നത്. അതെ. അപ്പോൾ അതൊന്ന് കുറച്ച് വർഷങ്ങൾ കുറയ്ക്കാനും ഒക്കെയുള്ള ഒരു ട്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. അതിന് പല വഴികളുണ്ട്. നമുക്ക് ഈ മോർഗേജ് നമ്മുടെ ഈ 30 വർഷം എന്നുള്ളത് കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള അതിനകത്തെ ഒരു മാർഗം നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം. അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാൻ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഈ മന്ത്ലി നമ്മുടെ പേയ്മെന്റ് പോകുമ്പം ഇത് വർക്ക് ചെയ്യുന്നെന്നുള്ളത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നല്ലായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു $3000 ആണ് മന്ത്ലി റീപേയ്മെന്റ് നോക്കുക. അപ്പം ഞാൻ ഈ സിനാരിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത് ഒരു $5 ലക്ഷം ഉള്ള ഒരു സിനാരിയോ ആണ്. ഒരു 6% ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുന്ന ഒരു സിനാരിയോയിൽ നമുക്കൊരു $3000 ആണ് ആവറേജ് ഒരു മന്ത്ലി റീപേയ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ $3000 അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ $3000 നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടുമാണ് ഈ എമൗണ്ട് പോകുന്നത്. ഈ 3000 നിന്ന് പോകുമ്പം ഒരു 2500 നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടും വെറും $500 മാത്രമേ ഉള്ളൂ മുതലിലോട്ട് കുറയുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ മോർഗേജ് അടച്ചിട്ട് എനിക്ക് ആകെപ്പാടെ കുറവായത് 7 വർഷം കൊണ്ട് എനിക്ക് കുറവായത് ഏകദേശം 60,000 രൂപയുള്ളൂ. അതെ, $60,000 ഒരു വർഷം യൂഷ്വലി ഒരു ആവറേജ് നമുക്ക് കുറയുന്നത് ഒരു $6,000 തൊട്ട് $8,000 വരെ ഉള്ളൂ. നമ്മൾ നോർമലായിട്ട് അടച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയുള്ളൂ. അതാരും ആദ്യം മനസ്സിലാകാത്ത, അതായത് ഞാൻ പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓൾമോസ്റ്റ് 5 years 85% ഓഫ് ദ പേയ്മെന്റ്, മന്ത്ലി പേയ്മെന്റ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതിനുശേഷമുള്ള 5 വർഷത്തിന് ശേഷമുള്ള അടയ്ക്കുന്ന എമൗണ്ടിൽ നിന്നും ഏകദേശം ഒരു 78% ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള എമൗണ്ടേ ഉള്ളൂ നമ്മുടെ ലോണിൽ നിന്ന് കുറയുന്നുള്ളൂ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് മാത്രം നമ്മുടെ എമൗണ്ട് കുറയുന്നില്ല, നമ്മുടെ ബാധ്യത എപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് 2-3 മാർഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒരു മാർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാൽ പലരും അത് ശരിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. നമുക്ക് ബാങ്ക് ലോൺ എടുക്കുമ്പോൾ മന്ത്ലി, ഫോർട്ട്നൈറ്റ്ലി, വീക്ക്ലി ഈ 3 രീതിയിൽ പേയ്മെന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ലോണിന് നമുക്ക് മന്ത്ലി അടയ്ക്കാം, ഫോർട്ട്നൈറ്റ്ലി അടയ്ക്കാം, വീക്ക്ലി അടയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരുടെയും മനസ്സിലുള്ള കൺസെപ്റ്റ്, നമ്മൾ ഫോർട്ട്നൈറ്റ്ലി, വീക്ക്ലി അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോൺ ടേം 5 വർഷമായിട്ട് കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ നോർമലി ഉള്ള കൺസെപ്റ്റ്. കൂടാതെ നമുക്കൊരു ഇൻട്രസ്റ്റിൽ ഒരു വൻ സേവിങ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ എല്ലാ ബാങ്കുകളിൽ നിന്നും ഈ ഫോർട്ട്നൈറ്റ്ലിയും വീക്ക്ലി ആകുമ്പോഴത്തേക്ക് ഈ ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. അതൊന്ന് നോട്ട് ചെയ്തോ. അതെ, അതെങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം $3000 5 ലക്ഷത്തിന് $3000 മാസം അടയ്ക്കുന്നു. ഈ $3000 ഫോർട്ട്നൈറ്റ്ലി ആക്കുമ്പോഴത്തേക്ക് നമുക്ക് 1500 ആണ് നമ്മുടെ പേയ്മെന്റ് ഫോർട്ട്നൈറ്റ്ലി പോകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ടോട്ടൽ ലോണിന്റെ ടേം 5 വർഷം കുറയുന്നുള്ളൂ. പല ബാങ്കുകളും ഡെയിലിയാണ് ഇൻട്രസ്റ്റ്, എല്ലാ ബാങ്കുകളും ഡെയിലിയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ബാങ്കുകളും ചെയ്യുമ്പോൾ ഫോർട്ട്നൈറ്റ്ലി ആക്കുമ്പോൾ എന്താ വെച്ചാൽ അവർ കറക്റ്റ് 14 ഡേയ്സിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റേ ഉള്ളൂ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 3000ന്റെ പകുതി 1500 എടുക്കുന്നതിന് പകരം അവർ ചാർജ് ചെയ്യുന്നത് 1400 1350 ഒക്കെ ആയിരിക്കും ഈ ഫോർട്ട്നൈറ്റ്ലി അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനാരിയോയിൽ ഇപ്പം കോമൺവെൽത്ത് ബാങ്ക്, നമ്മുടെ നാബ്, ANZ ഈ മേജർ ബാങ്കുകളിലെല്ലാം നമ്മൾ ഫോർട്ട്നൈറ്റ്ലി ആക്കുന്ന ഇതുവഴിയായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല.
ആ സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി പേയ്മെൻറ്റ് എന്താണോ അതിൻ്റെ ഹാഫ് നമ്മൾ കണ്ടെത്തുക. അത്രയും എമൗണ്ട് നമ്മൾ ഫോർട്ട്നൈറ്റ്ലി നമ്മൾ അവരെ ബാങ്കിനെ വിളിച്ച് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓൺലൈനിൽ പോയിട്ട് നമ്മുടെ ഫോർട്ട്നൈറ്റ്ലി പേയ്മെൻറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ആ ഒരു സിനാരിയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് ദ മന്ത്ലി പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സേവിങ് എന്ന് പറയുന്നത് 30 വർഷത്തെ ഡ്യൂറേഷനിൽ നമ്മൾ $1,30,000 നമുക്ക് ഇൻട്രസ്റ്റിൽ സേവിങ് ഉണ്ടാകുന്നുണ്ട്. ശരി. അതായത് 30 വർഷം 5 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് $6 ലക്ഷം നമ്മൾ ടോട്ടൽ 30 ഇയേഴ്സ് പീരീഡിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്. ശരി. അത് ഈ ഫോർട്ട്നൈറ്റ്ലി ആക്കുന്നത് വഴിയായിട്ട് നമുക്ക് $1,30,000 ഇൻട്രസ്റ്റിൽ സേവിങ് ഉണ്ടാകുന്നു. കൂടാതെ നമ്മുടെ ലോൺ ടൈം 30 എന്നുള്ളത് 25 ആയിട്ട് കുറയുകയും ചെയ്യും. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്, നമ്മൾ എക്സാക്ട് മന്ത്ലി പേയ്മെന്റിന്റെ ഹാഫ് ഓഫ് ദ എമൗണ്ട് ആണ് ഫോർട്ട്നൈറ്റ്ലി അടയ്ക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീക്ക്ലി പേയ്മെന്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ വീക്ക്ലി ആകുമ്പോഴത്തേക്ക് നമ്മൾ 4 ലോൺ അടയ്ക്കണം. $750 വെച്ചാണ് അടയ്ക്കുന്നെങ്കിൽ നമുക്ക് സേവിങ് എന്ന് പറയുന്നത് 132,000 ആണ് സേവിങ് ഉണ്ടാകുന്നത്. 1,32,000. പക്ഷേ അതെന്ന് പറയുന്നത് വീക്കിലിയും ഫോർട്ട്നൈറ്റ്ലിയും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഒന്നേ ഫോർട്ട്നൈറ്റ്ലി അല്ലെ ഫോർട്ട്നൈറ്റ്ലി ആണ് റെക്കമെൻഡഡ്. വീക്കിലി പിന്നെ ചിലർക്ക് വീക്കിലി ആണ് താല്പര്യം, അവരുടെ പേയ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് അത് ഈസി ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പക്ഷേ വലിയ വ്യത്യാസം നമുക്ക് വരുന്നില്ല. പക്ഷേ വീക്കിലി ചെയ്ത് കഴിഞ്ഞാലും ഈ 5 വർഷം നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഒരു 1-2 മാസത്തെയും കൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ 5 വർഷം കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ 30,000 രൂപ നമുക്ക് ലാഭവും കിട്ടും. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് കുറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഫോർട്ട്നൈറ്റ്ലി പേ ചെയ്യുമ്പോൾ നമ്മൾ 1 മാസത്തെ എമൗണ്ട് നമ്മൾ അറിയാതെ തന്നെ എക്സ്ട്രാ പേയ്മെന്റ് പോകുന്നുണ്ട് ഓരോ വർഷവും. അങ്ങനെയാണ് ഈ കുറവുണ്ടാകുന്നത്. അല്ലാതെ വേറെ മാജിക്കൊന്നുമല്ല. നമ്മൾ മന്ത്ലി പേ ചെയ്യുമ്പോൾ ആ കാൽക്കുലേഷൻ ആണ് നമ്മൾ അറിയാതെ തന്നെ. അതായത് 52 ഡിവൈഡഡ് ബൈ 12, 52 വീക്സ് ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 4.33 ആണ് വരുന്നത്. അപ്പോൾ 4 ആഴ്ച വെച്ചാണ് ആ മന്ത്ലിയെങ്കിൽ ഇത് അതിൽ കൂടുതൽ പേയ്മെന്റ് നമ്മുടെ നമ്മൾ അറിയാതെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതുവഴിയായിട്ട് നമ്മൾ ഫോർട്ട്നൈറ്റ്ലി അല്ലെ വീക്ക്ലി പേ ചെയ്യുമ്പോൾ 5 വർഷം സേവ് ചെയ്യുന്നു. $1,30,000 ഇൻട്രസ്റ്റ് ഇനത്തിലും സേവ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ മോർഗേജ് അത്രയും കുറഞ്ഞു. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ബാങ്കുകൾ ആയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ അടയ്ക്കുന്ന പേയ്മെന്റ് എങ്ങനെയാണ് പോകുന്നത്. അതിനകത്ത് നിങ്ങളുടെ ബെസ്റ്റ് ഒരു ഈസി സൊല്യൂഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വൺസ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അത് അടയ്ക്കുകയും ചെയ്യും, നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അന്നേരം ഒരു കാര്യമല്ല, ഈ ഇൻട്രസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമ്മളത് ഓരോ പ്രാവശ്യവും അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണോ? ബാങ്കിനെ വിളിക്കണോ? വേണ്ട. ഇൻട്രസ്റ്റ് കുറയുന്ന സിറ്റുവേഷനിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ചില ബാങ്കുകൾ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കുറയ്ക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ സെയിം പേയ്മെന്റ് തന്നെയാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻട്രസ്റ്റ് കുറയുന്ന സിറ്റുവേഷനിൽ ആ സെയിം പേയ്മെന്റ് തന്നെ അത്രയും അടച്ചു തീരുകയാണ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് ശരിയാണ്, നമ്മൾ എമൗണ്ട് കൂടുതൽ അടയ്ക്കുന്നുണ്ട്, അതുവഴിയാണ് കുറയുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കുറയ്ക്കാതിരിക്കുക, ആ സെയിം എമൗണ്ട് തന്നെ അടച്ചു പോവുക, നമ്മുടെ ലോണ് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാം. അങ്ങനെ ഇതാണ് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം. ഓക്കെ, താങ്ക് യു ജോബിന്. ഇത്രയും ഒരു നല്ലൊരു ഇൻഫർമേഷൻ ഏതൊക്കെയാലും നമ്മൾ ജോബിൻ പറഞ്ഞു തന്നതിന് താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു സിനാരിയോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ജോബിൻ.